ഹലോ എവരിവൺ, എല്ലാ സഞ്ചാരപ്രേമികൾക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. പാർട്ടിയും പബ്ബും ബീച്ചുമില്ലാത്തൊരു ഗോവ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും സംഭവം സത്യമാണ്. കാണാനും കണ്ടുതീർക്കാനുമുള്ള കാഴ്ചകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത നാടാണ് ഗോവ. ബീച്ചും പബ്ബും മാത്രം ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നവർക്ക് നഷ്ടമാകുന്നത് സുന്ദരമായ ഗോവയുടെ മറ്റൊരു മുഖമാണ്. അതിശയിപ്പിക്കുന്ന കുറെ നല്ല കാഴ്ചകളുമായി കാത്തിരിക്കുന്ന മറ്റൊരു ഗോവ. വിസ്മയിപ്പിക്കുന്ന, ആരും അധികം കാണാത്ത ആ കാഴ്ചകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? ഹോളിവുഡ് സിനിമാ സെറ്റോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അതിശയിപ്പിക്കുന്ന നിർമ്മിതി. ആദ്യമായി കാണുന്നവർക്ക് ഇങ്ങനെ ഒരു ഡാം ഇന്ത്യയിൽ തന്നെയാണോ എന്ന് തോന്നിയാൽ അത്ഭുതമില്ല. കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തെടുത്ത ഒരു 3D ചിത്രം പോലെ മനോഹരമാണ് ഈ ഡാം. ബീച്ചിനും പബ്ബിനും പാർട്ടിക്കുമൊക്കെ പുറമേ സന്ദർശിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് അവിശ്വസനീയമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന സലൗലിം ഡാം. ഈ അണക്കെട്ടിലെ 140 അടി ആഴമുള്ള സ്പിൽ വേയിലൂടെ വെള്ളം അപ്രത്യക്ഷമാകുന്ന കാഴ്ച കാണികളെ അതിശയിപ്പിക്കുന്നതാണ്. അണക്കെട്ടിലെ സവിശേഷമായ സ്പിൽ വേയിലൂടെ അപ്രത്യക്ഷമാകുന്ന വെള്ളത്തിന്റെ ദൃശ്യങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. സുവാരി നദിയുടെ കൈവഴിയായ സലൗലിം പുഴയിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണയായി ജൂലൈ അവസാനത്തോടെ മൺസൂൺ സീസണിൽ നിറഞ്ഞു കവിയാൻ തുടങ്ങും. ഇതോടെ ഡാമിലെ അധിക ജലം ഇവിടുത്തെ വളരെ സവിശേഷമായ സ്പിൽവേയിലൂടെ താഴേക്കൊഴുകുന്നു. ഡാമിന്റെ മധ്യത്തിൽ ഒരു കിണർ രൂപത്തിലാണ് സ്പിൽവേ. നദിയുടെ നടുവിൽ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഈ ദ്വാരം നിറഞ്ഞു കവിയുമ്പോൾ ജലം താഴേക്ക് പതിക്കുന്നു. ആ കാഴ്ച സന്ദർശകരിൽ ആകാംക്ഷയും അത്ഭുതവും ഉളവാക്കുന്നതാണ്. ഡക്ബിൽ സ്പിൽവേ എന്നാണ് ഇതിന്റെ പേര്. സെക്കൻഡിൽ 1450 ഘനമീറ്റർ ജലമൊഴുകാൻ തക്ക രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മനോഹരമായ നിർമ്മാണ വൈദഗ്ധ്യത്തിന് പേരുകേട്ട ഈ ഡാം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ അണക്കെട്ടുകളിൽ ഒന്നാണ്. മഡ്ഗാവിൽ നിന്ന് 26 കിലോമീറ്റർ അകലെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഗോവ സംസ്ഥാനത്തെ ജലസേചന സംവിധാനത്തിൽ വളരെ പ്രധാനപ്പെട്ട അണക്കെട്ടാണ് സലൗലിം ഡാം. സ്വാഭാവിക ഭൂപ്രകൃതിയുമായി സംയോജിപ്പിച്ചാണ് ഡാമിന്റെ നിർമ്മാണം. ദക്ഷിണ ഗോവയിലെ 6 ലക്ഷം ജനങ്ങൾക്കുള്ള കുടിവെള്ളവും 14,106 ഹെക്ടർ ഭൂമിക്കുള്ള ജലസേചനവും നടത്തുന്നത് ഈ അണക്കെട്ടിൽ നിന്നാണ്. ഡാമിന്റെ പരിസരത്ത് ഒരു നേച്ചർ പാർക്കും ബൊട്ടാണിക്കൽ ഗാർഡനുമുണ്ട്. അണക്കെട്ടിന്റെ സമീപത്തുള്ള ഈ മനോഹരമായ ഉദ്യാനം സന്ദർശകർക്ക് പ്രകൃതിയുടെ മനോഹാരിത അനുഭവിക്കുവാനും കുടുംബസമേതം സമയം ചെലവഴിക്കുവാനും വിശ്രമിക്കുവാനും പിക്നിക്കിനും അനുയോജ്യമായ സ്ഥലമാണ്. മൈസൂറിലെ വൃന്ദാവൻ ഗാർഡന്റെ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത ഈ ഉദ്യാനത്തിന്റെ ചുമതല ഗോവ വനം വകുപ്പിനാണ്. സലൗലിം അണക്കെട്ട് ഗോവയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രകൃതി സ്നേഹികൾക്കും വിനോദസഞ്ചാരികൾക്കും മനോഹരമായ അനുഭൂതിയാണ് പകർന്നു നൽകുന്നത്. കിഴക്കിന്റെ റോം എന്ന് വിശേഷണമുള്ള ഗോവ വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ തീരത്ത് കൊങ്കൺ മേഖലയിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ബീച്ച് ടൂറിസത്തിൽ ലോകത്തിൽ തന്നെ മികച്ച കേന്ദ്രങ്ങളിൽ ഒന്നായ ഗോവ നാഷണൽ ജിയോഗ്രാഫിക് ട്രാവലിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച 10 നൈറ്റ് ലൈഫ് നഗരങ്ങളിൽ 6ാം സ്ഥാനത്താണ്. വിനോദസഞ്ചാരത്തിലൂടെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യങ്ങൾ നേടിത്തരുന്നത് ഈ കൊച്ചു സംസ്ഥാനമാണ്.
ഗോവൻ സഞ്ചാരത്തിന് ഏറ്റവും നല്ല സമയം നവംബർ പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെയാണ്. മറ്റൊരു യാത്രാവിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.